ലീഡർഷിപ്പ് വേണം. ലീഡർഷിപ്പ് വലിയൊരു ഘടകമാണ്. നല്ല സ്ട്രോങ് ലീഡർഷിപ്പ് വേണം. ഏതൊരു പ്രസ്ഥാനത്തിന് മുമ്പോട്ട് പോകണമെങ്കിൽ ലീഡർഷിപ്പ് വേണം. മോശ ഇത്രയും ജനത്തെ 600,000 ആയൊരു കൂട്ടത്തെ ചിറകിൽ വഹിച്ചുകൊണ്ട് കർത്താവ് നടത്തിയപ്പോൾ അതിൻ്റെ മുന്നിൽ നടക്കാൻ നയിച്ചത് ആരെയാണ്? മോശയാണ്. മോശ അനുഭവിച്ച വേദകൾ തില്ലറ വധകളല്ല, വലിയ വ്യഥകൾ അനുഭവിച്ചുകൊണ്ടാണ് മനുഷ്യൻ പോകുന്നത്. എന്തുമാത്രം വ്യഥന മോശ അനുഭവിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ സങ്കടം എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. മോശയോട് ദൈവം പറഞ്ഞു, നീ പോകാൻ പറഞ്ഞു ഫറവോൻ്റെ അടുക്കലോട്ട്. പുറപ്പാട് പുസ്തകം പോയപ്പം തണ്ട് സത്രത്തിൽ വെച്ച് കർത്താവ് കയറി കോങ്ങായിക്ക് പിടിച്ചു. എന്താ കാര്യമൊന്നും ആർക്കും പിടികിട്ടില്ല. പക്ഷെ പിടികിട്ടി ആർക്കാ? സിപ്പോറയ്ക്ക് പിടികിട്ടുണ്ട്. സിപ്പോറ ഒരു കൽക്കത്തി എടുത്തിട്ട് മകൻ്റെ പരിശാര കർമ്മം ചെയ്തു. എന്തായിരിക്കും കാര്യം? എസ്രായുടെ പുസ്തകം, അതിൻ്റെ കോണ്ടസ്റ്റ് നമ്മൾ രാവിലെ പറഞ്ഞതിൻ്റെ ഏതാണ്ട് സമാനമായ കോണ്ടസ്റ്റ് തന്നെയാണ്. 2 ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ 26-ാമത് അധ്യായം. 2 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ കാണുന്നു. എന്നാൽ യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിൻ്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരശിൻ്റെ മനസ്സിനെ ഉണർത്തി. അവൻ തൻ്റെ രാജ്യത്തെല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തു. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ രാവിലെ പറഞ്ഞു. ഇവർ പ്രവാസത്തിലേക്ക് പോകുമെന്ന് ദൈവാത്മാവ് നേരത്തെ അറിയിച്ചതാണ്. അതാണ് യിരെമ്യാ പ്രവചനം 25-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ രാവിലെ വായിച്ചതാണ്. യിരെമ്യാവ് 25:11. എങ്കിലും ഒരു ജസ്റ്റ് ഒരു റിവൈൻഡ്. 25-ന്റെ 11 കാണുന്നു, നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകും, എന്നാൽ 70 സംവത്സരം കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് മടക്കി വരുത്തും. അങ്ങനെ മടക്കി വരുത്തുമെന്ന് പറഞ്ഞു. 29-ന്റെ 10-ഉം 11. 29-ന്റെ 10-ഉം 11 കാണുന്നു, ഞാൻ നിങ്ങളെ സന്ദർശിച്ച് മടക്കി വരുത്തും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരുവാൻ എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന്. ആ പദ്ധതി തിന്മയ്ക്കല്ല, നന്മയ്ക്കാണ്. അങ്ങനെ 10-11 വാക്യങ്ങൾ യിരെമ്യാവ് 29-ലും യിരെമ്യാവ് 25-ലും യെശയ്യാവ് 44-ന്റെ അവസാന വാക്യം, യെശയ്യാ പ്രവചനം 44-ന്റെ അവസാന വാക്യം, യെശയ്യാവ് 44 അവസാനത്തിൽ കാണുന്നു, കോരശ് ഇതാ ഞാൻ എൻ്റെ ദാസനാണ്, ഞാൻ അവനെ മനസ്സിനെ ഉണർത്തും. 45 കാണുന്നു, അവന് വാതിലുകൾ തുറന്നിരിക്കും, കഥകൾ അടയാതിരിക്കും. 45-ാം അധ്യായത്തിൽ തന്നെ കാണുന്നു, വിലയും പൊന്നും വാങ്ങാതെ അവൻ നിൻ്റെ ജനത്തെ വിട്ടയക്കും. അങ്ങനെ ദൈവാത്മാവ് പറഞ്ഞ അനുസരിച്ച് ഇവരെ തിരിച്ചു വിടാനായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 70 വർഷം പ്രവാസത്തിൽ പോയൊരു ജനത അവിടെ അവരുമായിട്ട് ആ ദേശവുമായിട്ടൊക്കെ അങ്ങ് സെറ്റിലാകും. ഉദാഹരണം പറഞ്ഞാൽ അമേരിക്കയിൽ പോയിട്ടുള്ള ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കൊച്ചിൻ്റെ ഇളയോടെ കല്യാണം കൂടെ കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് വരുമെന്ന്. എന്നിട്ട് ആരെങ്കിലും വന്നോ? ഇല്ല. അതിനെ വരാത്തേ? എൻ്റെ കൂടെ ഒരു അമേരിക്ക ചേനുണ്ട്. എന്നാ വരാമെന്ന് ചോദിച്ചാൽ, സ്റ്റാലിൻ ചേൻ എന്നാ വരാൻ ചോദിച്ചാൽ പറയും, പിള്ളേർക്ക് അവൾക്ക് കൊച്ചുണ്ട്, ആരും നോക്കാനില്ല, നമ്മുടെ പിള്ളേരെ നമ്മളല്ലാതെ പിന്നെ ആരാണ് നോക്കുക? ആയിക്കോട്ടെ, സന്തോഷം. കുറച്ച് കഴിയുമ്പോൾ പറയും എന്നാ വരാൻ ചോദിച്ചാൽ, ഇപ്പം നമുക്ക് നാട്ടിൽ ഇൻഷുറൻസ് ഇല്ല, ഇവിടെ ആണെങ്കിൽ മെഡിസിൻ എന്തോ ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ എന്നാ വരാൻ ചോദിച്ചാൽ പറയും, ഇപ്പം കേരളം ജീവിക്കാൻ കൊള്ളത്തില്ലെന്ന് പറയും. അല്ലേ? സത്യത്തിൽ ജീവിക്കാൻ പറ്റിയൊരു നാടാണെന്നാണ് പറയുന്നത് കേരളം. അതിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അതൊക്കെ പരിഹരിക്കാനല്ലേ ഇവിടെ ആൾക്കാരൊക്കെ ഉള്ളത്. എന്നാലും കേരളം നല്ലതല്ലയോ? അല്ലയോ? പിന്നെ കേരളം നല്ലതാണ്. ഞാൻ പറയും, ഞാൻ റാന്നി വിട്ട് നിവൃത്തിയുണ്ട് എങ്ങും പോകത്തില്ല. എന്നാ കാര്യം ചോദിച്ചാൽ, നേരം വെളുത്തൊരു 10 മണി വരെ ആരും എഴുന്നേറ്റില്ല, ഞങ്ങളുടെ താഴത്തെ അമ്മച്ചി എങ്ങനെങ്കിലും കയറ്റി ആടി വരും. ഇവിടെ അങ്ങ് ആരും ഇല്ലയോ? അങ്ങനെ ചോദിക്കുന്ന ഒരേ ഒരു നാട് ഏത് നാടാ? നമ്മുടെ നാടാ. പിന്നെ ഒന്ന് മരിച്ചൊക്കെ കിടന്ന എന്തോ ആളാണേ, എന്തോ ആൾ വരും, എല്ലാവരും വരും. എന്തുമ്മ കിട്ടും, കത്ത് കിടന്ന് നോക്ക്, എന്തുമ്മയെ കിട്ടും. അതൊക്കെ കിട്ടുന്നത് നമ്മുടെ നാടാണ്. കാശുള്ളവരാണെങ്കിൽ ഒരു റീത്ത് പോലും വെക്കത്തില്ല. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ്. സ്നേഹമുള്ള നാടാണ്. പിന്നെ ഇപ്പോൾ ഇച്ചിരി വർഗീയതയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, അത് സാരമില്ല. എന്നാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് അത്രയും വർഗീയതയൊന്നും ഇല്ല, ഇടയ്ക്കാ കൂടിയേ. ഇപ്പം ഏതായാലും നല്ല നാടാണ്. അങ്ങനെ ഈ നാട്ടിലോട്ട് തിരിച്ചു വരാനായിട്ട് ഇവർക്ക് മടിയാണ്. അതിന് 2 ഘടകങ്ങൾ വേണം. ഒന്നാമത്തെ പ്രശ്നം ലീഡർഷിപ്പ് വേണം. ലീഡർഷിപ്പ് വലിയൊരു ഘടകമാണ്. നല്ല സ്ട്രോങ് ലീഡർഷിപ്പ് വേണം.
ഏതൊരു പ്രസ്ഥാനത്തിന് മുമ്പോട്ട് പോകണമെങ്കിൽ ലീഡർഷിപ്പ് വേണം. മോശ ഇത്രയും ജനത്തെ 600,000 ആയൊരു കൂട്ടത്തെ ചിറകിൽ വഹിച്ചുകൊണ്ട് കർത്താവ് നടത്തിയപ്പോൾ അതിൻ്റെ മുന്നിൽ നടക്കാൻ നയിച്ചത് ആരെയാണ്? മോശയാണ്. മോശ അനുഭവിച്ച വേദകൾ ചില്ലറ വധകളല്ല, വലിയ വ്യഥകൾ അനുഭവിച്ചുകൊണ്ടാണ് മനുഷ്യൻ പോകുന്നത്. എന്തുമാത്രം വ്യഥന മോശ അനുഭവിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ സങ്കടം എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. മോശയോട് ദൈവം പറഞ്ഞു, നീ പോകാൻ പറഞ്ഞു ഫറവോൻ്റെ അടുക്കലോട്ട്. പുറപ്പാട് പുസ്തകത്തിൽ പോയപ്പം താണ്ട് സത്രത്തിൽ വെച്ച് കർത്താവ് കയറി കൊങ്ങായിക്ക് പിടിച്ചു. എന്താ കാര്യമൊന്നും ആർക്കും പിടികിട്ടില്ല. പക്ഷേ പിടികിട്ടി ആർക്കാ? സിപ്പോറയ്ക്ക് പിടികിട്ടി. ഉടനെ സിപ്പോർ ഒരു കൽക്കത്തി എടുത്തിട്ട് മകൻ്റെ പരിശാര കർമ്മം ചെയ്തു. എന്തായിരിക്കും കാര്യം? നമുക്ക് മനസ്സിലാകാൻ കാര്യമുണ്ട്. മോശ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പറയായിരുന്നു, നമ്മുടെ നാട്ടിലെ ഒരു നിയമമാണ്, കർത്താവ് തന്നതാണ്, 8-ാം നാളിൽ എന്ത് ചെയ്യണം? പരിച്ഛേദനം. അപ്പോൾ ഇവർ പറഞ്ഞു, മോശമാണ്, ഞങ്ങളുടെ മിദ്യാനിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ പിള്ളേരൊക്കെ അങ്ങനെ ചെയ്താൽ ഇവരെല്ലാം കൂടെ പന്ത് കളിക്കാൻ പോകുമ്പോൾ, ആറ്റി കുളിക്കാൻ പോകുമ്പോൾ എല്ലാവരും കളിയാക്കും, അതുകൊണ്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നിവൃത്തിയില്ലായ്മയുടെ മുന്നിൽ എന്ത് ചെയ്യേണ്ടി വന്നു? ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവരങ്ങ് തിരിച്ചുപോയി. ആര്? ഭാര്യയും പിള്ളേരും തിരിച്ചു പോയിട്ട് 12-ാം അധ്യായത്തിലാണ് ചെങ്കടൽ കിടക്കുന്നത്, പെസഹയൊക്കെ ആചരിക്കുന്നു. 12-13 അധ്യായം. എന്നാൽ പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ 18-ാം അധ്യായത്തിലാണ് ഇത്രോ മോശ മടക്കി അയച്ച് അതിൻ്റെ ഭാര്യയും പിള്ളേരുമായിട്ട് വരുന്നത് 18-ാമത് അധ്യായത്തിലാണ്. അപ്പോൾ ഒറ്റയ്ക്കാണ് ഈ മനുഷ്യൻ ചെങ്കടൽ കിടക്കുന്ന സമയത്ത് പിന്നെ ഇവർ വന്നെങ്കിൽ പോലും ചെങ്കടൽ കടന്ന് 6 ലക്ഷം ഇത്രയും പുരുഷന്മാരെയും കൊണ്ട്, ഇത്രയും ജനതയും കൊണ്ട് ചെങ്കടൽ കിടക്കുമ്പോൾ ഒറ്റയ്ക്ക് മുന്നിൽ നിന്നൊരു മനുഷ്യൻ്റെ പേരെന്താ? മോശ. വിങ്ങലായിരിക്കും ആ ഹൃദയം. ഞാൻ ആ ഹൃദയം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് നടന്ന ഒരു മനുഷ്യൻ. ഹി വാസ് അലോൺ. എല്ലാം ചെങ്കടൽ കടന്നപ്പം മിരിയാം തപ്പെടുത്ത് നൃത്തം ചെയ്തു. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളി. എല്ലാവരും തുള്ളിച്ചാടുമ്പോൾ നെടുവീർപ്പെട്ട ഒരു മനുഷ്യൻ, പേര് മോശ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. എല്ലാവരും കൂടാരങ്ങളിലോട്ട് കയറിപ്പോയപ്പോഴും മോശ ഒറ്റയ്ക്കാണ്. പിന്നെ എല്ലാത്തിനും മോശയ്ക്ക് പ്രശ്നങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പ്രശ്നമുണ്ടായിരുന്നു. സുന്ദരി ഉണ്ടായിരുന്നു. ആര്? മിരിയ ഇടയ്ക്ക് കളിയാക്കും. ആരെ? മോശ. ആരെ നിമിത്തം? കൂശ്യസ്ത്രീ എന്നാണ് എഴുതിയിരിക്കുന്നത്. കൂശ്യസ്ത്രീ എന്ന് പറയുമ്പോൾ ആരാ? എത്യോപ്യൻ ലേഡിയ, ആഫ്രിക്കൻ ലേഡിയായിരിക്കണം, കറുപ്പാണ്. ഇപ്പോൾ സുന്ദരി ഇടയ്ക്കിടയ്ക്ക് പറയും, ഇന്നെ എന്തിനു കൊള്ളാം, എൻ്റെ കളർ കണ്ടില്ലേ, ഞങ്ങളുടെ കളർ കണ്ടില്ലേ, കൂട്ടത്തിൽ കൊണ്ട് നടക്കാൻ കൊള്ളത്തില്ല. ഇപ്പം മോശ പകൽ ഈ പ്രശ്നം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കും. ആര്? മോശയുടെ ഭാര്യ. നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ. എന്നാ പറഞ്ഞു? നിങ്ങൾ അന്നേരം നോക്കണ്ടായിരുന്നു, എനിക്ക് കളറുണ്ടായിരുന്നുണ്ട്. നിങ്ങളെന്തോ കണ്ടോണ്ടോ എന്നെ കട്ടിയേ? നിങ്ങളുടെ പെങ്ങൾക്ക് എന്നായിരുന്നു കണ്ണ്? അത് കെട്ടിക്കഴിഞ്ഞപ്പോഴാണോ ഞാൻ കുഴപ്പമുണ്ടായത്? എന്നോട് ഈ ഇടയ്ക്ക് ഒരു ചെറുക്കന് അവളിപ്പോൾ അവളെ വേണ്ട. എന്നെ കാര്യം അവൾ കറുത്താന്ന് എപ്പോഴാണ് തോന്നിയത്? കൊച്ചായി കഴിഞ്ഞ് കൊച്ചിന് 9 വയസ്സായപ്പോൾ. ഇവൻ കളറ് പോരാന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നമാണെന്ന് അവളിനോട് പറയും. എനിക്ക് എൻ്റെ ദേഷ്യം വന്നു. ഞാൻ അവനെ കയറി പിടിച്ചിട്ട് ചോദിച്ചു, കറുത്തമാവിൻ്റെ അന്ന് കറണ്ട് കെട്ട് പോയപ്പോഴാണോ പെണ്ണ് കാണാൻ പോയെന്ന് ചോദിച്ചു. കറുത്തമാവിൻ്റെ അന്ന് കറണ്ട് കെട്ട് പോയപ്പോഴാണോ പെണ്ണ് കാണാൻ പോയേ? പെണ്ണിനെ വെളുത്താന്നവൻ അറിയത്തില്ലേ. അതുകൊണ്ട് എവിടെ പെണ്ണ് കാണാൻ പോയാലും ലൈറ്റത്ത് പോയി നിൽക്കണം, കറുത്താണോ നോക്കാം. പിന്നൊന്നും പറഞ്ഞേക്കരുത്. ഏതായാലും കുടുംബ പ്രശ്നമുള്ളൊരു മനുഷ്യനായിരുന്നു ആര്? മോശ. ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പം സ്കേപ്പ് ഗോട്ടാടുന്ന ആരാ? മോശ. അവർ പറയും, എൻ്റെ കളർ നിങ്ങൾ കണ്ടില്ലായിരുന്നു, നിങ്ങളുടെ സംഗ്രഹിച്ചിട്ട് ചോദിക്കും. അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ സിപ്പോറ എന്താ പറയും? നിന്നെ ഞാൻ അങ്ങനെ ഇവിടെ കൊണ്ട് വെച്ചപ്പം ജീവൻ കളഞ്ഞ് ഇന്നത് ഞാനാടാ. അതിട്ട് ഇപ്പം രണ്ടിൻ്റെ ഇടയ്ക്ക് എന്നാ കർത്താവെ എന്നെ എടുത്തോണേന്ന് പറഞ്ഞിരിക്കുന്നൊരു മനുഷ്യൻ, പേര് മോശ. ഇങ്ങനെ എടുത്തോണ്ടെന്ന് പറയുന്ന ആണുങ്ങളെ കണ്ടിട്ടുണ്ടോ? ഒത്തിരി ഇടത്തുണ്ട്. നമ്മൾ എല്ലാവരും കൂടെ വഴക്കുണ്ടാക്കുമ്പോൾ അയാൾ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കും. ഞാനൊരു ദിവസം അങ്ങ് കോട്ടയത്തു നിന്ന് ഇങ്ങനെ വരുമ്പം മല്ലപ്പള്ളി വഴി ഒരു പയ്യൻ പോകുന്നു, ബൈക്ക് സ്പീഡിൽ പോവാ. വിളിച്ചു, എന്നാടാ എവിടെ പോവാ? ഭയങ്കര വഴക്ക, അമ്മയും മോനും ഭാര്യയും കൂടെ പോകുന്നതാ സ്പീഡിൽ. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല, ചാകാൻ പോയതാ, ചത്തില്ല, ഇപ്പോഴാണ് കണ്ട പാസ്റ്റേ. അവനൊക്കെ വെളിവ് കെട്ട് പോവാ. ഏതായാലും ഇതെല്ലാം സഹിച്ച ഒരു മനുഷ്യനാര്? മോശ. ലീഡർഷിപ്പ് വേണം. ലീഡർഷിപ്പ് വലിയൊരു ഘടകമാണ്, ചെറിയൊരു കാര്യമല്ല. ആ ലീഡർഷിപ്പ് ഇല്ലാത്തതായിരുന്നു ഇവിടെ ഒരു പ്രശ്നം. പക്ഷേ ഇവിടെ ദൈവം ആ ഒരു സ്കേഴ്സിറ്റിയെ, ക്ഷാമം പരിഹരിച്ചു. വിജാതീയനായ ഒരു രാജാവ് വിളംബരം കൊടുത്തു. എന്താ വിളംബരം കൊടുത്തത്?
എൻ്റെ ദൈവമായ യഹോവ എനിക്ക് കൽപ്പന തന്നിരിക്കുന്നു. അവൻ്റെ ജനമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി എന്ത് പണിയണം? ആലയം പണിയണം. എല്ലാവരും പറഞ്ഞ് എന്ത് പണിയണം? ആലയം എന്ന് വിളംബരം ചെയ്ത്. അന്ന് നമ്മുടെ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളോ നെറ്റ് സംവിധാനങ്ങളോ ഒന്നും ഇല്ലല്ലോ. അന്നുണ്ടായിരുന്നത് വിളംബരം ചെയ്യുകയാണ്. എന്താ വിളംബരം? മുക്കിനും ഭയങ്കര പെരുമ്പറ മുഴക്കുന്നു, വലിയ ഡ്രം അടിക്കുമ്പോൾ എല്ലാവരും പോയി നോക്കും, എന്താ സംഭവം? അപ്പം കേൾക്കുന്നു, പൊക്കോളാൻ. ആര്? യഹൂദൻ. അപ്പം ഇവർക്കൊരു കൽപ്പന കിട്ടി, ഈ രാജന് കൽപ്പന കിട്ടിയിട്ട് പോവുക. ഇനി ലീഡർഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം പൈസയുടെ പ്രശ്നമാണ്. പൈസയ്ക്ക് പൈസ വേണ്ടേ? വേണം. ആ പ്രശ്നം കർത്താവ് അങ്ങ് പരിഹരിച്ചു. എങ്ങനെ? 2-ാം അധ്യായം നോക്കിയേ. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രാജാവ് പറഞ്ഞു എല്ലാവരും പൊക്കളും പോകുന്നവർക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പൈസ കൊടുത്തു. 2:69 അവർ തങ്ങളുടെ പ്രാപ്തിക്ക് തക്കവണ്ണം പണിക്കുള്ള ഭണ്ഡാരത്തിലേക്ക് 61,000 തങ്കക്കാശ്. 61,000 തങ്കക്കാശ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ഗൂഗിളിൻ്റെ സഹായത്തോടെ. 61,000 തങ്കക്കാശ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ റേറ്റിൽ 500 കിലോ സ്വർണ്ണമാണ്. 500 കിലോ സ്വർണ്ണം എന്ന് പറയുമ്പോൾ 21 മില്യൺ US ഡോളറാണ്. 21 മില്യൺ US ഡോളർ എന്ന് പറയുമ്പോൾ 21 മില്യൺ ഇൻറ്റു 1 മില്യൺ എത്ര മക്കളെ? 1 മില്യൺ. എത്ര ലക്ഷം? 1 മില്യൺ. അതാണ് ഈ പിള്ളേരുടെ കുഴപ്പം. ഈ പിള്ളേരെ മിണ്ടുന്നില്ല, അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ഇവർക്ക് എന്തിനും കാൽക്കുലേറ്റർ തന്നെ വേണം. 1 മില്യൺ എത്ര ലക്ഷം? എത്ര? ഒരു 1 crore എത്ര മില്യൺ? പിന്നെ നോക്കിയാൽ മതി. അപ്പോൾ 1 മില്യൺ 20 എത്രയാണെന്ന് ഞാൻ പറഞ്ഞേ? എത്ര മില്യനായിരുന്നു US ഡോളർ? 21 മില്യൺ US ഡോളർ ഇൻറ്റു ഇപ്പോഴത്തെ കൺവേർഷൻ റേറ്റ് 90 അല്ലേ? ഇൻറ്റു ആരാ പറഞ്ഞ 90 US ഡോളർ കൈകാര്യം ചെയ്യാറുണ്ട് അല്ലേ? 90 ഇൻറ്റു 90. അത്രയും കോടി ഇന്ത്യൻ രൂപ ഉണ്ട്. ഇത്രയും കിട്ടിയാൽ നിങ്ങളുടെ ഹോള് തീരുമോ? പിന്നെ അതിന് ദശാംശം മതി തീരാൻ. പക്ഷേ അതിന് നമ്മളെന്ത് പാടുപെടുക. കണ്ടോ, കർത്താവ് അങ്ങോട്ട് കൽപ്പന ഇട്ടപ്പോൾ പൈസ അങ്ങോട്ട് ഒഴുകുകയാണ്. 21 മില്യൺ US ഡോളർ. അത്രയും പൈസ. ആ പൈസയല്ല ആയി. ഇനി എന്ത് ചെയ്താൽ മതി? പണിതാൽ മതി. അങ്ങനെ പണിയാൻ വേണ്ടി അവർ വന്നപ്പോൾ ആദ്യത്തെ കൂട്ടർ വന്നത് സെരൂബാബേലിൻ്റെ നേതൃത്വത്തിലാണ്. വായിക്കാം. 2-ാം അധ്യായത്തിൽ കാണുന്നു 2:2. എസ്ര 2:2. സെരൂബാബേലിനോട് കൂടെ വന്നവർ യോശുവ, നെഹമ്യാവ്, സെരയാവ്. പിന്നെ 8-ാം അധ്യായത്തിൽ എസ്രായുടെ നേതൃത്വത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സെരൂബാബേലിൻ്റെ പിന്നെ നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് വരുന്നത്. ഏറ്റവും വലിയ പ്രയാണം വന്നതാണ് സെരൂബാബേലിൻ്റെ നേതൃത്വത്തിലുള്ളതാണ്. ഈ സെരൂബാബേലിൻ്റെ നേതൃത്വത്തിൽ വരുന്നതിനെക്കുറിച്ച് നമ്മൾ ഒരു പ്രവചനം കേൾക്കുന്നുണ്ട്. എന്താണ്? സെരൂബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര്? ഞാനതിനെ സമഭൂമിയാക്കും, സൈന്യത്താലല്ല ശക്തിയാലേ അല്ല, കൃപ എന്നുള്ള ആർപ്പോടെ ഞാനതിനെന്ത് കയറ്റും? ആണിക്കല്ല് കയറ്റും. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രവാചകനോട് ദൈവാത്മാവ് അറിയിച്ച ഈ ദൂതൊക്കെ വെച്ചുകൊണ്ട് സെരൂബാബേൽ വരികയാണ്. പക്ഷേ സെരൂബാബേൽ അവൻ്റെ നേതൃത്വം ഇത്രയും പേരും വന്നു. എത്ര പേര് വന്നതും 2-ാം അധ്യായത്തിലുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 64-ാമത്തെ വാക്യം. എത്ര പേര് വന്നു നോക്കിയേ? 42,360 പേർ. കൃത്യം കണക്കൊക്കെയാണ്, അന്ന് റെക്കോർഡിക്കലായിരുന്നു എല്ലാം. 42,360 പേര് വന്നു. പിന്നെ 7,337 പേര് ദാസീദാസന്മാർ. ഇത് കൂടാതെ 200 പേരുടെ കൊയറായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആകെപ്പാടെ 4, 3, 7 പേരെ വെച്ചൊരു കൊയറുണ്ടാക്കാൻ എന്ത് പാടാണെന്നറിയാം. ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിക്കുന്ന പലയിടത്തും, ഇവിടെയല്ല, ഇവിടെ നല്ല കൊയറാന്നൊക്കെ പറയും, പലയിടത്തും സ്ട്രഗിൾ അനുഭവിക്കുന്ന ഈ കൊയറിൻ്റെ പേരില്ല. ആണോ? എന്നോടൊരു ഉപദേശി ഒരിക്കൽ പറഞ്ഞാണ്, കൊയർ അറ്റായിക്കാടാ, എനിക്ക് അറ്റായിക്ക് വരാൻ കാര്യം ഇവരുടെ തമ്മിൽ തല്ല എന്നോ വഴക്ക. പിന്നെ അവസാനം ആ സഭയിൽ 5 സെറ്റ് കൊയറാണ്. എല്ലാവരും കൊയറാണ്. ചുരുക്കത്തിൽ കൊയറല്ലാത്ത ആരുമില്ല, എല്ലാവരും കൊയറാണ്. ഒരാഴ്ച ഒരു കൊയർ, അടുത്ത ആഴ്ച അടുത്ത കൊയർ. ഇവിടെ ആ പ്രശ്നമുണ്ടോ? ഇല്ല, ഇവിടെ ആ പ്രശ്നം ഇല്ല. നല്ല പിള്ളേരാണ്, ഉറങ്ങാൻ നല്ല പിള്ളേരാണ്. അപ്പോൾ പലയിടത്തും കൊയർ ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ ഇവിടെ പ്രശ്നമില്ലായിരുന്നേ. ദൈവം പറഞ്ഞു പോന്നപ്പോൾ എന്നെ പ്രശ്നമാണ്. എത്ര പേരാ കൊയറിൽ? 200 പേര് എന്ന് പറഞ്ഞ് 200 പേര്. ഈ സഭയൊക്കെ വളരെ ലൈവ് പോകാമെന്നറിയാം, എന്നാലും കുഴപ്പമില്ല, അപ്പം നല്ല കാര്യമൊക്കെ അല്ലേ. ഒരിടത്തൊരു സമൂഹ ഈ ഗ്രൂപ്പ് സോങ്ങിന് മാസ് കൊയർ ഉണ്ടാക്കുമ്പോൾ അവരോർത്ത് ഇനിയും
അവരാരും പാസ്റ്റർ സെലക്ട് ചെയ്യേണ്ട, അതിനുവേണ്ടി വലിയ മ്യൂസീഷ്യനെ കൊണ്ടുവന്നു. അയാൾ ഒഡീഷൻ ടെസ്റ്റ് നടക്കും അല്ലേ? ഒഡീഷൻ എങ്ങനെ പറഞ്ഞത്? ഓക്കെ. ആ ടെസ്റ്റ് നടത്തിയിട്ടാണ് എടുക്കുക. അപ്പോൾ ഒരു ഗുണമുണ്ടായി, പല ആൻറ്റിമാർ ഔട്ടായി. അവർ ആസ്ഥാന ഗായകരായിരുന്നു. ആസ്ഥാന ഗായകരായിരുന്ന ആർക്കും വിട്ടുകൊടുക്കാത്ത ആൻറ്റിമാരൊക്കെ എന്തായി? ഔട്ടായി. എന്നിട്ട് ഈ പിള്ളേർ കൊയറിന് പോവുകയാണ്. ഒരേ സാരിയൊക്കെ എടുത്ത് ബ്ലൗസൊക്കെ ഇട്ട് പോവുക. ഇത് പോകുമ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതായി. ആർക്ക്? ഈ മോശ ഇളക്കിയതുപോലെ അവിടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഇവർ കരഞ്ഞു, എന്നെ ഒഴിവാക്കി, എനിക്ക് പ്രായമില്ലേ. അങ്ങേരെന്തോ എന്നറിയാമോ? ഈ പിള്ളേർ വണ്ടിയിലോട്ട് കയറിയ മുട്ട പൊട്ടിച്ചെറിഞ്ഞു. സഭയിൽ നടന്ന കാര്യം, ഞാൻ വിറ്റ്നസ്സാണ്. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. എന്നാലും എൻ്റെ പ്രിയരെ, ഇതെല്ലാം കൊയറിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഇവിടെ എന്തോ ഇല്ലായിരുന്നു, കൊയറിന് പ്രശ്നമില്ലാത്ത 200 പേര്. ഒന്ന് സ്വോത്രം ചെയ്തേ. 200 പേര് കൊയർ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ആരും മുന്നിൽ നിൽക്കണമെന്നുണ്ടോ? ഇല്ല. ഇത് ഒരു മനോഭാവമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരു മനോഭാവം. ഞാൻ ഈ തിരുവനന്തപുരത്തിൽ അങ്ങ് തെക്കോട്ട് പോകുന്നിടത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട പാസ്റ്റർ, വലിയൊരു സഭയാണ്, പാസ്റ്റർ പേര് ഞാൻ പെട്ടെന്ന് വായി വരുന്നില്ല, അദ്ദേഹത്തിന് ഒരു കിഡ്നി ട്രാൻസ്പ്ലാൻ്റൊക്കെ നടന്നു. അപ്പോൾ ആ സഭയിൽ ചെന്നപ്പോഴേ അവിടുത്തെ ഒരു പിള്ളേരെല്ലാം ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് ഓവർകോട്ടൊക്കെ ഇട്ട് ചോര നീക്കുക. അപ്പോൾ ഒരുത്തനപ്പുറത്ത് മാറി നിൽപ്പുണ്ട്. പുള്ളി എന്ത് ചെയ്താൽ ഈ കൂട്ടത്തിലല്ല, പക്ഷെ പുള്ളിക്ക് മാത്രം മൈക്കില്ല, പക്ഷേ ഡ്രസ് കോഡെല്ലാം ഇട്ടിട്ടുണ്ട്. പുള്ളിയാണ് പാടുന്നത്. അപ്പം ഞാൻ ചോദിച്ചു അച്ചായനോട്, ഈ പുള്ളിക്ക് മൈക്ക് കൊടുക്കാൻ ഞാൻ. എന്നാൽ പുള്ളി പറഞ്ഞു മൈക്ക് നിർത്തിയേക്കുന്നേ. ആ പുള്ളിക്ക് സ്കെയിലുള്ള ആളല്ല, പുള്ളിയുടെ ഹൈ പിച്ച് തുടങ്ങത്തുള്ളൂ, ഹൈ പിച്ചിലെ നിർത്തത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് കൊടുക്കാത്തേ, മൈക്ക് കൊടുക്കാത്തത്. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ പുള്ളി എന്തിനാണ് കയറ്റിയേക്കുന്നത്? എൻ്റെ പൊന്നു ഭാഷയെ, പുള്ളി കയറിയാലേ ഒരു അനക്കമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കയറ്റിയത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്നാ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ തിരുവനന്തപുരം പട്ടണത്തിൽ 200 രൂപ ശമ്പളത്തിൽ ആഴ്ചയിൽ ഒരു വർക്ക്ഷോപ്പ് ജോലിക്ക് ഇരിക്കുകയായിരുന്നു. ഇന്ന് ആ സ്ഥലത്തെ വർക്ക്ഷോപ്പ് പുള്ളിയുടേതാണ്, 3 നില കെട്ടിടവും പണിത്. ഞാൻ അങ്ങോട്ട് കയറി നിൽക്കുമ്പോൾ 200 രൂപ ശമ്പളത്തിന് വർക്ക്ഷോപ്പിൽ നിന്ന് ഓർക്കും. പിന്നെ ഞാനങ്ങ് ആരാധിക്കും. പുള്ളിക്ക് പിച്ചിയില്ല. അപ്പോൾ ഈ പുള്ളിയെ ആരാധിക്കാൻ വേണ്ടി മാത്രം ഇവിടെ കൊണ്ട് നിർത്തിയേക്കുക, സ്റ്റേജിൽ കൊണ്ട് നിർത്തിയേക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുന്ന ഒരു വലിയ സംഗീത സംവിധാനം എല്ലാം ഉള്ള ഒരു വലിയ കൊയർ പൈസയായി. ഇനി എന്ത് നടന്നാൽ മതി? പണി നടന്നാൽ മതി. പണി നടക്കണം. ദേവാലയം പണി. ഈ ദേവാലയം വേണമെന്നുള്ളത് ആവശ്യമാണ്. നമ്മൾ എന്തുകൊണ്ട് ദേവാലയം വേണം? എന്തുകൊണ്ട് ദേവാലയം? നമ്മളിപ്പോൾ ഇവിടെ ഇതൊരു ദേവാലയ സംഭവമല്ല. ഇവിടെ 2-3 പേർ എവിടെ കൂടിയാലും അവിടെ ആരുണ്ട്? യേശുവുണ്ട്. ഞാനത് 100 വട്ടം വിശ്വസിക്കുന്ന ആൾ. എങ്കിലും ഒരു ക്രൈസ്തവ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു, പിന്നെ ഹൗസ് ചർച്ചസ് വേണം നമുക്ക്. ഇതെല്ലാം ഉള്ളപ്പം തന്നെ യൂണിവേഴ്സൽ ചർച്ചസ് ഉണ്ട്, രഹസ്യ ക്രിസ്ത്യാനികളുണ്ട്. അപ്പം തന്നെ നമുക്ക് എന്ത് വേണം? ആലയം വേണം. എല്ലാവരും പറഞ്ഞ് എന്ത് വേണം? ആലയം വേണം. എന്തുകൊണ്ട് ആലയം വേണം? ആലയം ഇല്ലെങ്കിൽ എന്താ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ചോദിക്കാം. പക്ഷേ ഞാനൊരു ഒരു ക്രൈസ്തവ ശുശ്രൂഷകനായതുകൊണ്ട് ഞാൻ പറയും ആലയം വേണം. എന്തുകൊണ്ട്? നമ്മൾ ഈ വളർന്നു വരുമ്പോൾ നമ്മളെ ഒരു ജനത്തെ ഒരുമിപ്പിക്കുന്ന ഒരു ദേവാലയമാണ്. ദേവാലയം എപ്പോഴും ഒരു യൂണിഫൈങ് ഫാക്ടറാണ്. ഉദാഹരണം പറഞ്ഞാൽ ഈ മലയാളി ക്രൈസ്തവ സമൂഹം അവിടെ ബ്ലഡിനകത്തൊരു കുടിയേറ്റമുണ്ട്. മലയാളി ക്രൈസ്തവൻ്റെ ബ്ലഡിനകത്തൊരു കുടിയേറ്റമുണ്ട്. നിങ്ങൾ മലബാറിലൊക്കെ പോക്കോ, മലബാറിൽ നിങ്ങൾ കണ്ണൂരോട്ട് പോക്കോ, കാസർഗോട്ടോട്ട് പോക്കോ, അവിടെയൊക്കെ ചെന്നാൽ നമ്മുടെ ഇവിടുത്തുകാരെ കാണാം. അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കുക, നിങ്ങൾ എവിടുന്ന് വന്നവരാന്ന് ചോദിച്ചാൽ പറയും കോട്ടയം, കാഞ്ഞിരപ്പള്ളി, പാല, കൊല്ലം ഇങ്ങനെ വന്നതാണ്. അപ്പച്ചന്മാരുടെ കാലത്ത് എന്ത് ചെയ്താ ഇവർ വന്നിട്ട് അവിടെ അവർ കുറച്ച് റബ്ബർ സ്ഥലം മേടിച്ചു, പിന്നെ ബാക്കി വെട്ടിപ്പിടിച്ചു. പിന്നെ ഇവരെ ബന്ധുക്കളെയും സഹോദരന്മാരെയും എല്ലാം പതുക്കെ എന്ത് ചെയ്യും? കൊണ്ടുവരും. അങ്ങനെ കുറേ പേരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന ഒരു അച്ഛനെ കൊണ്ടുവരും. അച്ഛനെ കൊണ്ടുവന്നിട്ട് എന്ത് വെക്കും? പള്ളി വെക്കും. പിന്നെ ഈ പള്ളി വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ കുടിയേറ്റ ഗ്രാമങ്ങളല്ലേ, നാട്ടിൽ ആന ഇറങ്ങുമ്പോൾ അന്ന് ആദ്യം പോലീസൊന്നുമല്ല വരുന്നത്. ആന ഇറങ്ങുമെന്ന് അറിയിക്കുന്ന അച്ഛനാണ്. പള്ളിയിൽ എന്തോ അടിക്കും? എന്തോ മണിയാ? ശവം ഡെഡ് ബോഡി വരുമ്പോൾ അടിക്കുന്ന പതുക്കെയുള്ള പണിയുണ്ട്, കൂട്ടമണി അടിക്കുമ്പോൾ ആൾക്കാർക്കറിയാം എന്തോ അഭയമുണ്ടായി. ചെല്ലുമ്പം നാട്ടിലെന്തോ ആന ഇറങ്ങി. ഉറങ്ങുന്ന ആൻറ്റി ഒന്ന് ഉണർത്തിയേക്കണേ. ഉറങ്ങല്ലേ, എനിക്ക് ഉറങ്ങും, അതുകൊണ്ട് എൻ്റെ മുമ്പിരുന്ന് ഉറങ്ങരുത്. അപ്പോൾ ഭയങ്കര കൂട്ടമണി. മുമ്പിരുന്ന് ഉറങ്ങുമ്പോൾ ഞാൻ രാവിലെ പറഞ്ഞു, ഡ്രൈവറുടെ ഇപ്പുറത്തിരുന്നുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്? ഉറങ്ങരുത്. അപ്പോൾ കൂട്ടമണി അടിക്കുകയാണ്. ഈ കൂട്ടമണി അടിക്കുമ്പോഴാണ് അച്ഛൻ വന്ന് ആന ഇറങ്ങി. അപ്പോൾ പിന്നെ അച്ഛനും അവരാണ് തീരുമാനിക്കുന്നത് നമുക്ക് പാട്ട കൊട്ടണോ, പടക്കം വെക്കണോ, ചെണ്ട കൊട്ടണോ, ആരെ ഓടിക്കാൻ? ആനയെ ഓടിക്കുക. പിന്നെ അപ്പോൾ ഇതെല്ലാ സംവിധാനങ്ങളും ആലോചിക്കുന്ന എവിടുന്ന? പിന്നെ പള്ളിയിൽ നിന്ന്. അപ്പോൾ എല്ലാവരെയും യോജിപ്പിക്കുന്ന ഒരു സംഭവമാണ് എന്ത്?
പള്ളി വിത്ത് ഓൾ റെസ്പെക്റ്റ്, എല്ലാ ബഹുമാനത്തും കൂടെ ഉള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണം, അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഞാനും ഒരു ഇന്ത്യൻ പൗരനല്ല. വെറും 2 MP മാത്രം ഉള്ളായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിക്ക്. 2 MP മാത്രം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് അവരെ കളിയാക്കുമായിരുന്നാണ് പറയുക, നാം 2 നമുക്ക് 2. പക്ഷേ ഇന്ന് മഹാഭൂരിപക്ഷത്തോടെ ഭാരതീയ ജനതാ പാർട്ടി MP എണ്ണം കൂടാൻ കാര്യമുണ്ട്. അത് ഒരു ക്ഷേത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. പള്ളി ഒരു വികാരമാണ്. പള്ളി എന്താണ്? ഒരു ജനകീയ വികാരമാണ്, ഒരു സമുദായത്തിൻ്റെ വികാരമാണ്. അതൊരു വികാരമാണ്. അപ്പോൾ നമ്മുടെ ഓർമ്മകളിലും എന്തു വേണം? പള്ളി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്തേ. എന്തിനാണെന്നറിയാമോ? ഈ മക്കളെല്ലാം എവിടെ വരണം? പള്ളി വരണം. എന്നിട്ട് അവർക്കവിടെ ഓർമ്മ വേണം. VBS പോയത്, അവിടെ കളിച്ചത്, അവിടെ കൂടിയിരുന്നതിനെല്ലാം എന്തോ വേണം? ഓർമ്മ വേണം. അപ്പച്ചൻ്റെ കൂടെ പള്ളിയിൽ പോയത്, അവിടെ പ്രോഗ്രാം നടത്തിയത്, അവിടുത്തെ ഞാൻ ഈ ഇടയ്ക്ക് യു കെക്ക് പോയപ്പം എന്നോട് എൻ്റെ ഒരു കസിനെ എന്നെ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ഞാൻ താമസിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, എടാ നിന്നെ കാണണമെന്നൊരു ഒരു പെങ്കൊച്ചിന് ഭയങ്കര നിർബന്ധം. ഞാൻ ചോദിച്ചാൽ അതൊന്നും എനിക്ക് തരത്തില്ല, അവൾക്ക് നിനക്ക് ഒരു നേരത്തെ ഭക്ഷണം തരണം, അതാണ് അവിടെ ആഗ്രഹം. ചെന്നൈ ഒക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ 1-2 ദിവസമുള്ള അവിടെ. ശരി പോയേക്കാം, ഒരു ദിവസം. ഞാൻ ചോദിച്ചു എങ്ങനെയാണ്? അപ്പോഴാണ് അവൾ പറയുന്നത്, അവൾക്ക് 5-6 വയസ്സുള്ളപ്പോൾ അവിടെ അമ്മച്ചിയുടെ കൂടെ ഞങ്ങളുടെ VBS വരുമായിരുന്നു. അപ്പം VBS കഴിഞ്ഞ് പോകുമ്പോൾ പപ്സൊക്കെ കഴിക്കും. എല്ലാവർക്കും പപ്സും വെള്ളവും കാണത്തില്ലേ? എന്നാലും കഴിച്ച് പോകുമ്പം ഞങ്ങളുടെ അമ്മ അവളോട് കണ്ടപ്പം ചോദിച്ചു, കുഞ്ഞ് എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചപ്പോൾ അങ്ങ് എരുമേലിക്കപ്പുറത്തുനിന്ന്. അപ്പം ദൂരെ വന്ന കൊച്ചായതുകൊണ്ട് കയ്യെ പിടിച്ച് അകത്ത് കൊണ്ടുപോയി എല്ലാ ദിവസവും ചോറ് കൊടുത്തു. അതിൻ്റെ ഓർമ്മയാണ് അവൾക്ക്. എനിക്കൊരു വാക്ക് എന്ത് ചെയ്യണം? ചോറാണ്. അപ്പോൾ VBS നടന്നു, പിന്നെ ചോറ് തന്നു, കഴിച്ചു. പിന്നെ നമുക്ക് VBS എന്താ പഠിച്ചതെന്നൊന്നും ഓർമ്മയില്ലെങ്കിലും ഓരോ ഓർമ്മയുണ്ട്. എന്താണെന്നറിയാമോ? അമ്മച്ചി ചോറ് തന്ന ഓർമ്മയുണ്ട്. പിന്നെ അവസാന ദിവസം ഞങ്ങളങ്ങ് അടിച്ച് പൊളിക്കത്തില്ലേ? ആരാ കരയുന്നേ? അവന് സാത്താനെ കരയുന്നേ പിള്ളേരെല്ലാം VBSൽ. പിന്നെ ഞങ്ങളൊക്കെ അങ്ങോട്ട് ഓളം കൂടുമ്പോൾ അതൊക്കെ മാറും. കപ്പത്തണ്ട് കൊണ്ടൊരു വള്ളമുണ്ടാക്കി സാത്താനെയും കൂട്ടരെയും മതിലിരുത്തി ഉന്തടാ തള്ളടാ. കണ്ടോ ആൻറ്റിയൊക്കെ തുള്ളുന്ന കണ്ടോ ചാവ് കടൽ കണ്ടോ, ഡയബറ്റിക്കെല്ലാം പോയി ആളങ്ങ് കണ്ടോ, ഉന്തടാ തള്ളടാ ചാവ് കടലിൽ തള്ളട. ഇതിനെല്ലാം ഓർമ്മ വെക്കാൻ എന്തോ വേണം? ഒരു പള്ളി വേണം. അപ്പോൾ ഈ പള്ളി എല്ലാ മതങ്ങളിലും. അതുകൊണ്ടാണ് ഇവരുടെ പ്രശ്നം, ഇവർക്കിപ്പോൾ എന്തില്ല? പള്ളിയില്ല. പള്ളിയിലെന്നുള്ള ചെറിയൊരു കാര്യമല്ല, പള്ളി പോയി. ഇനി പള്ളി അതുകൊണ്ട് പള്ളിയില്ല തന്നെയല്ല, പള്ളി വെക്കാൻ പൈസ ഇല്ലായിരുന്നു, പള്ളി വെക്കാൻ ആളില്ലായിരുന്നു. അതെല്ലാം ദൈവം പരിഹരിച്ചു. ഒരു ലീഡറെ കൊണ്ടുവന്നു. ലീഡറെ 40,000 പേര് കൊണ്ടുവന്നു. പിന്നെയും തടസ്സങ്ങൾ ബാക്കിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഇതൊരു ഉണ്ടായിരുന്ന പള്ളി പോയിട്ട് ഇനി ഒരു റിവൈവൽ നടക്കുകയാണ്. അപ്പോൾ റിവൈവൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ അവിടുന്ന് ദൈവം എന്നെ പറയാൻ പഠിപ്പിച്ചത്. നോക്കൂ, അങ്ങനെ അവർ വന്നിട്ടും വേറൊരു പ്രശ്നം ഉണ്ടായി. ഇവർ വന്നെങ്കിലും എല്ലാവരും താങ്കളുടെ പട്ടണങ്ങളിൽ പോയി പാർത്തു. 2-ാം അധ്യായം ഓർത്ത് നോക്കിയേ.